എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് VIT കമ്മ്യൂണിറ്റി റേഡിയോ 90.8 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ഭദ്ര. 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ഗവാലിയ ടാങ്ക് മൈതാനത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിനാണ് മഹാത്മാഗാന്ധി ചരിത്രപ്രസിദ്ധമായ ആഹ്വാനം നൽകിയത്. ഇംഗ്ലീഷുകാർ ഭാരതം വിട്ടു പോകുക, ഡു ഓർ ഡൈ, ചെയ്തു തീർക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി. ഈ ആഹ്വാനം കേട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങി. രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയായിരുന്നു അപ്പോൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അവരുടെ യുദ്ധത്തിനായി ഉപയോഗിച്ചു. എന്നാൽ ജനങ്ങളുടെ അഭിപ്രായം ആരും ചോദിച്ചില്ല. സ്വാതന്ത്ര്യം കിട്ടാതെ സ്വന്തം ദേശത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശമില്ലാതെ ജീവിക്കുന്ന അവസ്ഥ സഹിക്കാനാവാത്ത വിധം ജനങ്ങളെ അസ്വസ്ഥരാക്കി. അതാണ് ഈ പ്രസ്ഥാനത്തിന് വലിയ ജനപിന്തുണ നേടിക്കൊടുത്തത്. ജനങ്ങളുടെ പങ്കാളിത്തം, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, കർഷകർ, സ്ത്രീകൾ എല്ലാവരും തെരുവിലിറങ്ങി. ഇംഗ്ലീഷ് ഭരണകൂടം കടുത്തടിച്ചമർത്തൽ നടത്തി. ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു. പലരും വെടിയേറ്റ് വീണു. കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, റെയിൽ പാളങ്ങൾ എന്നിവ തടസ്സപ്പെടുത്തിയത് ഇംഗ്ലീഷ് ഭരണം തകർക്കാനുള്ള ജനങ്ങളുടെ അത്യന്തം ധീരമായ നീക്കങ്ങളായിരുന്നു. ഒരുപാട് പേർ ജീവൻ പോലും ത്യജിച്ചു. എന്നാൽ പോരാട്ട മനോഭാവം ഒന്നും കുറഞ്ഞില്ല. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ അവസാന ഘട്ടമായിരുന്നു. ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഭരണകൂടങ്ങൾ പോലും കുലുങ്ങിപ്പോകുമെന്ന് ഈ പ്രസ്ഥാനം തെളിയിച്ചു. 1947 സ്വാതന്ത്ര്യം നേടാൻ സാധിച്ചത് 1942 ഈ ജനകീയ പ്രസ്ഥാനത്തിന്റെ ശക്തിയാണ്. നമ്മൾ ഇന്ന് സ്വതന്ത്രമായി പഠിക്കാനും സംസാരിക്കാനും സ്വപ്നം കാണാനും കഴിയുന്നത് അന്നത്തെ മഹാന്മാരുടെ ത്യാഗഫലമാണ്. നാം ചെയ്യേണ്ടത് സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം മനസ്സിലാക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. ഗാന്ധിജി പഠിപ്പിച്ചതുപോലെ സത്യവും അഹിംസയും നമ്മൾ ജീവിതത്തിൽ നടപ്പാക്കണം. ഒരു രാജ്യത്തിന്റെ ശക്തി അതിന്റെ ജനങ്ങളുടെ ഐക്യത്തിലാണ്. വന്ദേ മാതരം. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് VIT കമ്മ്യൂണിറ്റി റേഡിയോ 90.8 FM.